ഇന്ന് നമ്മൾ മരിച്ചാൽ നമ്മൾ സ്വർഗത്തിലാണോ നരകത്തിലാണോ? എല്ലാവരും ഉറങ്ങാൻ പോവല്ലേ? ഇത് നമ്മുടെ അവസാനത്തെ രാത്രിയാണെന്ന് വെറുതെ ഒന്ന് സങ്കല്പിച്ചു നോക്ക്. ഇപ്പോ ഇത് നമ്മുടെ അവസാനത്തെ രാത്രി ആയാലും ഇന്ന് നമ്മൾ മരണപ്പെട്ടാലും നമുക്ക് സ്വർഗം ലഭിക്കണം അല്ലെ? അതാണല്ലോ എല്ലാവരുടെയും ആഗ്രഹം. ഓൾമോസ്റ്റ് എല്ലാ ആളുകളും ഫോണിൽ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലെ? നമ്മുടെ മക്കളും അങ്ങനെ തന്നെയല്ലേ? മിക്കവാറും എന്റെ അനാമും അത് തന്നെയായിരിക്കും ചെയ്യുന്നത്. അപ്പൊ നമുക്ക് പോയി നോക്കാം. ഞാൻ പറഞ്ഞതുപോലെ ചെയ്തിട്ടാണ് നിങ്ങൾ കിടക്കുന്നെങ്കിൽ ഉറങ്ങുന്നതെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് ഉറങ്ങാം. വാ. എന്താ പരിപാടി? അനാം, ഉറക്കത്തിന്റെ മര്യാദകൾ നിനക്ക് എന്തൊക്കെയാ അറിയാ? നീ ഒന്ന് പറഞ്ഞേ. ഫാത്തിഹയും അഹദും ഫലക്കും നാസും ഓതി കയ്യിൽ ഊതി തല മുതൽ കാല് വരെ തടവുക. എന്താണ് ഗുണം? റസൂലുള്ള പറഞ്ഞിട്ടുണ്ടല്ലോ, ഖുൽഹുവല്ലാഹു അഹദ് 3 തവണ ഓതിയാൽ ഒരു ഹതമുൽ ഖുർആൻ തീർത്ത കൂലിയാണെന്ന്. പിന്നെ നിനക്ക് എന്താണ് അറിയാ? സുബ്ഹാനല്ലാഹ് 33 തവണ, അൽഹംദുലില്ലാഹ് 33 തവണ, അല്ലാഹു അക്ബർ 34 തവണ ചൊല്ലുക. അങ്ങനെ ചൊല്ലിയ എന്താണ് ഗുണം? ഒരു ഹജ്ജും ഉംറയും ചെയ്ത കൂലിയാണ്. പിന്നെ ആയത്തുൽ കുർസിയും പിന്നെ ബിസ്മിക റബ്ബി എന്ന് പറയുന്ന ആ ദിക്റും. ഇത്രേ എനിക്ക് അറിയുള്ളൂ. അപ്പോ നീ പറഞ്ഞ കാര്യങ്ങൾ ഞാനൊന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ഒന്ന്, ഫാത്തിഹ, കുൽഹുവല്ലാഹു, ഫലക്ക്, നാസ് 3 പ്രാവശ്യം ഓതി കയ്യിലൂതി മുഖത്തും ശരീരത്തും തടവുക. പിന്നെ ബിസ്മിക റബ്ബി എന്ന് പറയുന്ന ദിക്ർ നമ്മൾ ചൊല്ലുക. പിന്നെ നമ്മൾ ഒരു ആയത്തുൽ കുർസി ഓതുക. അത് മലക്കുകളുടെ സംരക്ഷണം നമുക്ക് രാവിലെ വരെ ലഭിക്കുന്നതാണ് അല്ലെ? പിന്നെ അതിന്റെ കൂടെ സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 34 നമ്മൾ ഓതിയിട്ടാണ് കിടക്കുന്നതെങ്കിൽ, ചൊല്ലിയിട്ടാണ് കിടക്കുന്നതെങ്കിൽ നമുക്ക് ഒരു ഹജ്ജും ഉംറയും ചെയ്ത പ്രതിഫലം നമുക്ക് ലഭിക്കും അല്ലെ? നമ്മൾ വിശുദ്ധ ഹറമിലെത്തി ഹജ്ജ് ചെയ്യുന്നതിന് മുൻപ് എല്ലാ ദിവസവും നമ്മുടെ വീട്ടിലിരുന്ന് ഹജ്ജ് ചെയ്യുന്നവരായിരിക്കണം അല്ലെ? അതിനു വേണ്ടിയുള്ള നല്ലൊരു വഴിയാണ്. അതിന്റെ കൂട്ടത്തില് നമുക്ക് വുളു ഉണ്ടായിരിക്കണം. വുളു എടുത്തിട്ടാണ് നമ്മൾ കിടക്കേണ്ടത്. അത് പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ്. നമ്മൾ വലതുവശം ചെരിഞ്ഞു കിടക്കുമ്പോൾ കിബിലക്ക് നേരെ മുഖം വരുന്ന രീതിയിലാണ് കിടക്കേണ്ടത്. അത് മറ്റൊരു സുന്നത്താണ്. ഇങ്ങനെ ഒരുപാട് മര്യാദകൾ പാലിച്ചിട്ട് വേണം നമ്മൾ കിടക്കാൻ പോവാൻ അല്ലേ? ഇനി നമ്മള് ഈ ഒരു ദിക്ർ കൂടെ അതിന്റെ കൂടെ ചൊല്ലിയിട്ടാണ് കിടക്കുന്നതെങ്കിൽ നമ്മുടെ സകലമാന പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വതആല പുറത്തു തരും. അതേതാന്ന് ഞാൻ പറഞ്ഞുതരാം. അറിയുന്ന ഒരു ദിക്റാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് പറയുന്ന ഈ ദിക്റിനെ നമ്മൾ ചൊല്ലുകയും അതിന്റെ കൂടെ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം എന്ന് പറയുന്ന ദിക്ർ കൂടെ ആഡ് ചെയ്ത് നമ്മൾ ഇത് രണ്ടും കൂടെ ചൊല്ലിയിട്ടാണ് കിടക്കുന്നതെങ്കിൽ നമ്മൾ പിന്നെ ഒന്നും പേടിക്കണ്ട. കാരണം നമ്മുടെ സകലമാന പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വതആല പുറത്തു തരും. അത് ഒരു സമുദ്രത്തിന്റെ നുരയോളം ഉണ്ടെങ്കിലും ശരിയെന്ന്. അപ്പൊ നമ്മുടെ റബ്ബ് എത്ര കാരുണ്യവാനാണ് അല്ലേ? അപ്പോ നീ വുളു എടുത്തിട്ടാണോ കിടക്കുന്നത്? വാ, പോയി വുളു എടുത്തിട്ട് കിടക്ക്. നാളെ എടുക്ക, ഇപ്പൊ ഇതൊക്കെ ചെയ്തില്ലേ? അനുവേ, ഉമ്മച്ചി ഒരു കാര്യം പറഞ്ഞേക്കാം. നീ ജീവിച്ചിരിക്കുന്ന സമയത്ത് നിനക്ക് എന്ത് ആവശ്യങ്ങൾ ഉണ്ടെങ്കിലും ഉമ്മ എന്ന് പറഞ്ഞ് കരഞ്ഞാൽ ഞങ്ങൾ ഓടി വരും അല്ലെ? എല്ലാ ഉമ്മമാരും അങ്ങനെയാ. സ്വന്തം മക്കൾക്ക് എന്ത് പ്രയാസം വന്നാലും ഓടി വന്ന് കഴിയുന്ന പരമാവധി എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നവരാണ് മാതാപിതാക്കള്. ഓക്കെ, പക്ഷെ നീ ഒരു കാര്യം മനസ്സിലാക്കണം. നീ മരിച്ച് ഖബറിൽ കിടക്കുന്ന സമയത്ത് നീ ഉമ്മാന്ന് വിളിച്ച് കരഞ്ഞാല് ഞങ്ങൾക്ക് ഓടി വന്ന് നിനക്ക് വേണ്ടി ഒരു സഹായവും ചെയ്തു തരാൻ പറ്റില്ല. നീ ഖബറിൽ കിടക്കുന്ന സമയത്ത് നീയും നിന്റെ അമലുകളും മാത്രമേ ഉണ്ടാവുള്ളൂ. ഉറങ്ങാൻ കിടന്നു. ഓക്കെ, നീ ഇന്ന് മരിക്കുകയാണ്. അള്ളാഹുവിനെ കണ്ടുമുട്ടണ്ടേ അനാം? അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന സമയത്ത് ഉള്ളോടുകൂടി കണ്ടുമുട്ടിയാൽ എത്ര ഭാഗ്യവാനായിരിക്കും നീ. അതൊന്ന് ആലോചിച്ച് നോക്ക്. നീ ഇപ്പൊ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി വാശി പിടിച്ച് കരഞ്ഞാല് ഉമ്മ എന്ന നിലയ്ക്ക് എനിക്ക് മനസ്സിന് വിഷമാണ്. ചിലപ്പോ എന്റെ കയ്യിൽ പൈസ ഉണ്ടാവില്ല നിനക്കത് വാങ്ങിച്ചു തരാൻ. എങ്കിലും എന്റെ മോൻ പറഞ്ഞ് വാശി പിടിച്ചതല്ലേ എന്ന് ഓർത്തിട്ട് എങ്ങനെയെങ്കിലും നിന്നെ സഹായിക്കാൻ ഞാൻ ശ്രമിക്കും. പക്ഷെ നീ ഖബറിൽ കിടക്കുന്ന സമയത്തോ അല്ലെങ്കിൽ നാളെ പരലോകത്ത് സിറാത്ത് പാലം കിടക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്ന ഒരു സമയത്തോ, ഞങ്ങളെല്ലാവരും ഹർഷിന്റെ തണലിൽ സുരക്ഷിതരായിരിക്കുന്ന സമയത്ത് നീ അവിടെ ഒരു പ്രയാസത്തിലാണെങ്കിലോ അവിടെ നിന്നെ സഹായിക്കാൻ എനിക്കൊരു ഓപ്ഷനും ഇല്ല. മനസ്സിലായോ? നിന്നെ സഹായിക്കാൻ പടച്ചോനിക്ക് മാത്രമേ കഴിയുള്ളൂ. അതുകൊണ്ട് നീ ഡിപ്പെൻഡ് ചെയ്യേണ്ടത് മാതാപിതാക്കളായ ഞങ്ങളെ അല്ല. എല്ലാ കാര്യത്തിനും അള്ളാഹുവിനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കൂട്ടുപിടിക്കേണ്ടത്. അള്ളാഹുമായിട്ടുള്ള ബന്ധം ക്ലിയർ ആക്കിയാൽ മാത്രമേ നമുക്ക് വിജയമുള്ളൂ. ഓക്കെ, ഞാൻ പറയാനുള്ളത് പറഞ്ഞു. നിനക്ക് ഇഷ്ടമുള്ളത് പോലെ നിനക്ക് പ്രവർത്തിക്കാം. വേണമെങ്കിൽ നിനക്ക് അങ്ങനെ കിടക്കാം, ഇല്ലെങ്കിൽ പോയി ഒന്നും എടുത്തു വന്ന് കിടക്കാം. ഓക്കെ. Allah
ഒരറിവും ചെറുതല്ല. നിങ്ങൾക്കിതൊരു ഉപകാരപ്രദമായ വീഡിയോ ആണെങ്കിൽ നിങ്ങൾ ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം നമ്മൾ കാരണം നമ്മുടെ കൂട്ടുകാരോ കുടുംബത്തിലുള്ളവരോ നമ്മുടെ മക്കളോ ഏതെങ്കിലും ഒരാള് നാളെ മുതൽ ഈ ദിക്റുകളെല്ലാം ചൊല്ലി ഈ മര്യാദകളെല്ലാം പാലിച്ചാണ് ഉറങ്ങുന്നതെങ്കിൽ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന അതേ പ്രതിഫലം അതിൽ നിന്നൊട്ടും കുറയാതെ നമുക്ക് ലഭിക്കും. അതായത് നമ്മൾ കാരണം മറ്റൊരാൾക്ക് നന്മ എത്തുകയും അവരത് പ്രവർത്തിക്കുകയും ചെയ്താൽ വലിയ പ്രതിഫലമാണ്. അതുകൊണ്ട് നിങ്ങളും അതിൽ പങ്കാളിയാവുക. ഞങ്ങളുടെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ ലൈക്ക്, ഷെയർ, കമന്റ്, സബ്സ്ക്രൈബ് മറക്കരുത്.